പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് 1 കണക്ഷൻ ബോൾട്ടഡ് കണക്ഷൻസിൽ എക്സെൻട്രിക് ടൈപ്പ് 1 കണക്ഷൻ ആയിരുന്നു പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ടൈപ്പ് 2 ബോൾട്ടഡ് കണക്ഷൻ നോക്കാം. സോ ആദ്യം തന്നെ ഡിസൈൻ പ്രൊസീജിയർ. ആദ്യത്തെ സ്റ്റെപ്പ് ഡയമെൻഷൻസ്. നമ്മൾ നേരത്തെ പോലെ തന്നെ എല്ലാ ഡയമെൻഷൻസും തന്നിരിക്കുന്ന ബോൾട്ടിൻ്റെ ഡേറ്റ, അതിൻ്റെ ഡയമീറ്റർ ഓഫ് ഹോൾ, ദെൻ pitch, edge distance or end distance, then thickness of the plate അല്ലെങ്കിൽ കണക്റ്റിംഗ് മെമ്പേഴ്സിൻ്റെ തിക്നെസ്, FU ആൻഡ് FUB. അപ്പോൾ ഇത്രയും ഡയമെൻഷൻസ് ആദ്യം എഴുതുക. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് ബോൾട്ട് വാല്യൂ. ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഷിയറിലും ബെയറിങ്ങും, ഷിയർ കപ്പാസിറ്റിയും ബോൾട്ടിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിയും രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടിലും ഏതാണോ മിനിമം കിട്ടുന്നത് ആ മിനിമം വാല്യൂ വേണം ബോൾട്ട് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട്. അടുത്തത് ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി. ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി അപ്പോൾ നമുക്ക് ടൈപ്പ് 2 കണക്ഷനിൽ അത് എക്സെൻട്രിക്, അതായത് മൊമെൻറ്റ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, കണക്ഷൻസ് ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് മൊമെൻറ്റ്. അതുകൊണ്ട് തന്നെ അവിടെ ടെൻഷൻ ആണ് പ്രിവലൻ്റ് ആയിട്ട് ഉള്ളത്. അതായത് ന്യൂട്രൽ ആക്സിസിൻ്റെ എബവ് ഉള്ള ബോൾസൊക്കെ ഇറ്റ് വിൽ അണ്ടർഗോ ടെൻസൈൽ സ്ട്രെസ്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റിയാണ്, ബോൾട്ടിൻ്റെ ടെൻഷൻ കപ്പാസിറ്റിയാണ് ഇവിടെ ഒരു പ്രിവലൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പം ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി ഓഫ് ദി ബോൾട്ട്, ഓക്കെ, ദറ്റ് ഈസ് TDB, ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അത് IS 800 പേജ് 76 ഉണ്ട് ഇക്വേഷൻ. സോ TDB കാൽക്കുലേറ്റ് ചെയ്യുക 0.9 FUB AN by gamma MB, ആൻഡ് ഈ ഒരു വാല്യൂ ദറ്റ് ഷുഡ് ബി ലെസ് ദാൻ FYB ASB gamma MB by gamma M0. ഓക്കെ. അപ്പം ഇതിൽ TDB എന്ന് വെച്ചാൽ TNB by gamma MB, and TNB is equal to 0.9 FUB, ബോൾട്ടിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഓക്കെ. AN എന്ന് വെച്ചാൽ ദ ട്രെഡ് ഏരിയ ആണ് AN, ആൻഡ് FYB എന്ന് വെച്ചാൽ ബോൾട്ടിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ്, ആൻഡ് ASB എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഷാങ്ക് ഏരിയ ഓഫ് ദി ബോൾ, then gamma MB and gamma M0. എന്നിട്ട് ഡിസൈൻ TDB നമുക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് നമ്പർ ഓഫ് ബോൾട്ട്. ഒരു വേർട്ടിക്കൽ റോയിൽ, ഒരു സിംഗിൾ റോയിൽ, വേർട്ടിക്കൽ റോയിലുള്ള നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ നമ്മൾ ടൈപ്പ് 1 കണക്ഷനിൽ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ്. ദറ്റ് ഈസ് N is equal to √6. ഇവിടെ ഞാൻ ME എന്ന് എഴുതുന്നത്, ഇവിടെ നമ്മൾ രണ്ട് മൊമെൻറ്റ് പറയുന്നുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ മൊമെൻറ്റ്, അതായത് ഈ ലോഡ് കാരണം, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ് കാരണമുള്ള മൊമെൻ്റാണ് ഒരു M. പിന്നീട് നമ്മൾ ഈ ബോൾട്ട് റെസിസ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ് റെസിസ്റ്റഡ് ബൈ ദ ബോൾട്ടിംഗ് ടെൻഷൻ, അത് M' ആയിട്ട് എടുക്കാം. ഓക്കെ. ഈ ME എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ മൊമെൻ്റ് ആണ്. E എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, വെറും M എന്ന് കൊടുത്താലും മതി. ഓക്കെ. ഇവിടെയും M എന്ന് കൊടുത്താൽ മതി, ആൻഡ് ഇത് M'. ഓക്കെ. സോ ഇവിടെ 6M എന്ന് കൊടുക്കാം, 6M by LVD into P. സോ L എന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് വെർട്ടിക്കൽ റോസ് ആണ് L. എത്ര റോസ് ഉണ്ട്? അപ്പോൾ യൂഷ്വലി 2 റോസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. M മൊമെൻറ്റ്, VD എന്ന് വെച്ചാൽ ബോൾട്ട് വാല്യൂ, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ബോൾട്ട് വാല്യൂ ആണ് VD, ആൻഡ് പിച്ച് ആണ് P. ഓക്കെ. നെക്സ്റ്റ് ഇസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് മൊമെൻറ്റ് റെസിസ്റ്റഡ് ബൈ ബോൾട്ടിംഗ് ടെൻഷൻ. സോ ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. M' is equal to ME എന്നോ അല്ലെങ്കിൽ M എന്നോ നിങ്ങൾക്ക് കൊടുക്കാം. ME എന്ന് ഉദ്ദേശിക്കുന്ന എക്സ്റ്റേണൽ മൊമെൻ്റ് എന്നാണ് ഞാൻ
അതായത് അപ്ലൈ ചെയ്ത പി ഫോഴ്സ് ഒരു എക്സെൻട്രിസിറ്റിയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ പി ഇൻറ്റു ഇ ആണ് ഈ എക്സ്റ്റേണൽ മൊമെൻറ്റ് എം. ഓക്കെ, സോ 1 + 2h by 21 into sigma y by sigma y square. ഓക്കെ, ഈ എം ഇ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എക്സെൻട്രിസിറ്റി ആയിട്ട് കൺഫ്യൂസ്ഡ് ആവും. സോ എം എന്ന് തന്നെ കൊടുത്താൽ മതി. അഗെയിൻ എച്ച് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ബോൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ബോൾട്ടിൻ്റെ സെൻറ്റർ തുടങ്ങി ഈ പ്ലേറ്റിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. ഓക്കെ, അതാണ് എച്ച് ഡിസ്റ്റൻസ്. ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ്, ഓരോ ബോൾട്ടിലേക്കും ഉള്ള ഡിസ്റ്റൻസ് ആണ് വൈ. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരുന്നത് ഈ വൈയും അതുപോലെ വൈ സ്ക്വയർ ഇതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ടെൻസൈൽ ഫോഴ്സ് ഇൻ എക്സ്ട്രീം ബോൾട്ട് ഡ്യൂ ടു ബെൻഡിങ് മൊമെൻറ്റ് ടി ബി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ ഡിസൈൻ ടെൻസൈൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ ടെൻസൈൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ബെൻഡിങ് മൊമെൻറ്റ് കാരണമുള്ള ടെൻസൈൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷനാണ് ടി ബി ഈസ് ഈക്വൽ ടു എം ഡാഷ് വൈ എൻ ബൈ സിഗ്മ വൈ ഐ സ്ക്വയർ. ഇതിൽ വൈ എൻ എന്ന് വെച്ചാൽ എക്സ്ട്രീം ബോൾട്ട്, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ബോൾട്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എൻ. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഡയറക്റ്റ് ഷിയർ ഫോഴ്സ്, ഈ ലോഡ് കാരണമുള്ള ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ലോഡ് കാരണമുള്ള ഷിയർ ഫോഴ്സ് വി ബി, അത് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ F1 is equal to P by N. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു ചെക്ക് ഉണ്ട്. ഈ ചെക്ക് മസ്റ്റായിട്ട് ചെയ്യുക. ചെക്ക് ബൈ ഇൻട്രാക്ഷൻ ഫോർമുല. അതായത് നമ്മൾ ലോഡ് കാരണമുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ ബി എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഈ ഷിയർ ഫോഴ്സ് ദാറ്റ് ഈസ് ഡ്യൂ ടു ലോഡ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ബൈ ഡിസൈൻ ഷിയർ ഫോഴ്സ്. ഓക്കെ, ലോഡ് കാരണം ഉള്ള ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസൈൻ ഷിയർ ഫോഴ്സ്, അതിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ബെൻഡിങ് മൊമെൻറ്റ് കാരണമുള്ള ടെൻസൈൽ ഫോഴ്സ്. ടെൻസൈൽ ഫോഴ്സ് ഇൻവോൾവ് ഡ്യൂ ടു ബെൻഡിങ് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ ഡിസൈൻ ടെൻസൈൽ ഫോഴ്സ്. സോ ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ ആ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കാരണമുള്ള കറസ്പോണ്ടിങ് ഫോഴ്സ് എഴുതുക. ഓക്കെ, ലോഡും ബെൻഡിങ് മൊമെൻറ്റും കാരണമുള്ള ഫോഴ്സുകൾ എഴുതുക. ആൻഡ് ഡിനോമിനേറ്ററിൽ വി ഹാവ് ടു റൈറ്റ് ദ ഡിസൈൻ വാല്യൂസ്. ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1. ഇതൊക്കെയാണ് സ്റ്റെപ്സ്. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഡയമെൻഷൻസ് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് ബോൾട്ട് വാല്യൂ വി ഡി കാൽക്കുലേറ്റ് ചെയ്യുക, ഡിസൈൻ ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് വി ടി ഡി ബി കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി. അപ്പോൾ രണ്ട് ഡിസൈൻ വാല്യൂസ് ഉണ്ട്, ഒന്ന് ബോൾട്ട് വാല്യൂ, രണ്ടാമത്തത് ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി. അതിനുശേഷം എത്ര ബോൾട്ട് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ദ മൊമെൻറ്റ് റെസിസ്റ്റഡ് ബൈ ബോൾട്ട്. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് ടെൻഷൻ, ഈ ബെൻഡിങ് മൊമെൻറ്റ് കാരണം ഡെവലപ്പായ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് സെവൻത്ത് സ്റ്റെപ്പ് ഇസ് ഫോഴ്സ് ഡ്യൂ ടു അപ്ലൈഡ് ലോഡ്, ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ദ അപ്ലൈഡ് ലോഡ്. ആൻഡ് ഫൈനലി വി ഹാവ് ടു ചെക്ക് ബൈ ഇൻട്രാക്ഷൻ ഫോർമുല. സോ ഇതാണ് സ്റ്റെപ്സ്. നമുക്കൊരു പ്രോബ്ലം ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. So next question, design a suitable bolted bracket connection of ISHT 75 section attached to the flange of a ISHB 300 at 577 Newton per meter to carry a vertical factored load of 600 kilonewton at an eccentricity of 300 meter. Use M24 bolt and grade 4.6. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക, അത് ഏത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ആ ക്വസ്റ്റ്യനിൽ ഏത് സെക്ഷനാണെന്ന് നോക്കുക, ആ സെക്ഷൻ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക.
ഓക്കെ, ഇപ്പോൾ ഡിസൈൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൽ മിക്കവാറും നിങ്ങൾക്ക് ഫിഗർ തരുന്നിട്ടുണ്ടാവില്ല. അപ്പം ഫിഗർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അത് ഏത് ടൈപ്പാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും അത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന്. ഫിഗർ തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ വായിച്ചിട്ട് അതിൻ്റെ ഏത് സെക്ഷനാണ് യൂസ് ചെയ്യുന്നത്, ആ സെക്ഷൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബോൾട്ടഡ് ബ്രാക്കറ്റ് കണക്ഷൻ ഓഫ് ISHT സെക്ഷൻ attached to a flange of ISHB section. ISHB സെക്ഷൻ എന്ന് വെച്ചാൽ അതൊരു I സെക്ഷനാണ്. ആൻഡ് ISHT സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് T സെക്ഷനാണ്. ഓക്കെ, ഒരു T സെക്ഷനും ഒരു I സെക്ഷനും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആ കണക്ഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ ഫ്ലാഞ്ചസ് തമ്മിലാണ് കണക്ഷൻസ് ഉണ്ടാകുന്നത് എപ്പോഴും. ഓക്കെ, കണക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യണമെങ്കിൽ I സെക്ഷൻ്റെ ഫ്ലാഞ്ചും അതുപോലെ T സെക്ഷൻ്റെ ഫ്ലാഞ്ചും വെച്ചിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ISHB 300 അത് I സെക്ഷൻ എന്ന് വെച്ചാൽ അത് കോളം സെക്ഷൻ ആയിരിക്കും. ഒബ്വിയസ്ലി അത് കോളം സെക്ഷൻ ആയിരിക്കും. ആൻഡ് ISHT 75 സെക്ഷൻ അത് ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യേണ്ട മെമ്പർ. സോ ഇവിടെ ഒരു I സെക്ഷൻ ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു I സെക്ഷൻ. സോ I സെക്ഷൻ്റെ ഒരു കോളമാണ്. ഓക്കെ, I സെക്ഷൻ്റെ ഒരു കോളം. ഈ കോളം ഈ ഒരു കണക്ഷൻ പോർഷനിൽ നമ്മളിവിടെ എന്താ കണക്ട് ചെയ്യുന്നത്, T സെക്ഷനാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു T സെക്ഷനാണ് കണക്ട് ചെയ്യുന്നത്. ഇത് T സെക്ഷൻ്റെ ഓക്കെ, T സെക്ഷൻ ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം. ഈ T സെക്ഷൻ്റെ ഇത് T സെക്ഷൻ്റെ വെബ്, ഇത് T സെക്ഷൻ്റെ ഫ്ലാഞ്ച്. ഓക്കെ, ഇതാണ് T സെക്ഷൻ. ഈ T സെക്ഷൻ്റെ വെബും ഫ്ലാഞ്ചുമാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഫ്ലാഞ്ച് പോർഷൻ ആൻഡ് ഇത് വെബ് പോർഷൻ. സോ ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ബോൾട്ട് നമ്മൾ എവിടെയായിരിക്കും കണക്ട് ചെയ്യുക, ഇവിടെ ആയിരിക്കും കണക്ട് ചെയ്യുക അല്ലേ. സോ ബോൾട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും. ഓക്കെ, അതേപോലെ ഇപ്പം ഇങ്ങനെയാണ് ബോൾട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ. സോ P, ഇതിൻ്റെ എക്സെൻട്രിസിറ്റി E. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലെയിനിലാണ് കണക്ഷൻ. ഓക്കെ, ഈ ഒരു പ്ലെയിനിലാണ് കണക്ഷൻ ആൻഡ് ഈ ഒരു പ്ലെയിനിലാണ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് കണക്ഷൻ ടൈപ്പ് 2 കണക്ഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് കേസ് ഓഫ് ടൈപ്പ് 2 കണക്ഷൻ. ഇത് I സെക്ഷൻ, ഇത് T സെക്ഷൻ. ഇവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, ഇവിടെയാണ് കണക്ഷൻസ് ബോൾട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി. ക്ലിയർ അല്ലേ? സോ ISHT T സെക്ഷനാണ് 75, ISHT 75 ആൻഡ് ISHB 300. വെർട്ടിക്കൽ ലോഡ് അതായത് P 600 kN ആണ്, എക്സെൻട്രിസിറ്റി 300 മീറ്റർ ആണ്. ഗിവൺ ബോൾട്ട് ആൻഡ് ബോൾട്ടിൻ്റെ ഗ്രേഡും തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡയമെൻഷൻസ് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയമെൻഷൻ M24 ആണ്. സോ D is 24. Then diameter of bolt hole is 24 plus 2, that is 26. And thickness കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കപ്പോൾ 2 സെക്ഷൻസ് ആണുള്ളത്, 2 മെമ്പേഴ്സാണ്. ഒന്ന് T സെക്ഷൻ മെമ്പറും ഒന്ന് I സെക്ഷനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം തിക്നെസ് ഏതിനാണ് അതാണ് നമ്മൾ
തിക്നെസ് ആയിട്ട് എടുക്കേണ്ടത്. സോ ISHT സെക്ഷൻ നിങ്ങൾ പേജ് 18 എടുക്കുക. ഓക്കെ, SP6 പേജ് 18 എടുക്കുമ്പോൾ ISHT 75 തന്നിട്ടുണ്ട്. അപ്പോൾ ആ 75 ISHT 75 തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, കാരണം നമ്മൾ ഫ്ലാഞ്ച് ആണ് കണക്ട് ചെയ്യുന്നത്. ഈ T സെക്ഷൻ്റെ ഈ ഒരു ഫ്ലാഞ്ച് പോർഷനാണ് കണക്ട് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ ഈ ഫ്ലാഞ്ചിൻ്റെ ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് വേണ്ടത്. സോ ISHT 75 നോക്കുക, ഫ്ലാഞ്ച് തിക്നെസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അത് 9 എന്ന് വരും. അതുപോലെ ISHB 300 എടുക്കുക, അതിൻ്റെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് I സെക്ഷൻ്റെ ഫ്ലാഞ്ചിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് എടുക്കുക. അതുപോലെ T സെക്ഷൻ്റെ ഈ ഫ്ലാഞ്ചിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്സും I സെക്ഷൻ്റെ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്സും ഇതിൽ മിനിമം 9, T സെക്ഷൻ്റെ ആണ്, അതുകൊണ്ട് 9 എന്ന് എടുക്കുക. അടുത്തത് മിനിമം പിച്ച്, മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് വേണം. സോ മിനിമം പിച്ച് എന്ന് വെച്ചാൽ 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ബോൾട്ട്. സോ 2.5 × 24 നമുക്ക് 60 എന്ന് കിട്ടും. അതുപോലെ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 1.5 × D0. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ഇത് നമുക്ക് മിനിമം പിച്ച് 60 എന്നാണ് കിട്ടിയത്. അപ്പോൾ എപ്പോഴും പിച്ചിനേക്കാളും ഒന്നെങ്കിൽ 60 തന്നെ എടുക്കാം, അല്ലെങ്കിൽ 60യേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ എടുക്കാം. ഞാനിവിടെ 70 എന്നാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ എഡ്ജ് ഡിസ്റ്റൻസ് നമുക്ക് 39 ആണ് കിട്ടുന്നത്, 40 എന്ന് റൗണ്ട് ചെയ്തു. ഓക്കെ, സോ എഡ്ജ് ഡിസ്റ്റൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ 45 എന്നോ അങ്ങനെ ഒരു ഹയർ വാല്യൂ എടുക്കാം. നെക്സ്റ്റ് FUB ആൻഡ് FU ബോൾട്ടിൻ്റെയും അതുപോലെ ഫ്ലാഞ്ച് പ്ലേറ്റിൻ്റെയും സ്ട്രെങ്ത് വാല്യൂസാണ് FUB ആൻഡ് FU. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് ബോൾട്ട് വാല്യൂ. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ഷിയർ ആൻഡ് ബെയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ നമ്മൾ ബോൾട്ടിൽ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ FUB/√3 ഗാമ MB ഇൻറ്റു NNANB പ്ലസ് NSASB. അപ്പോൾ ഇതൊരു സിംഗിൾ ഷിയർ കേസായിട്ട് അസ്യൂം ചെയ്യുക. ആൻഡ് ഇവിടെ അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഷാങ്ക് ഏരിയ പോർഷൻ, ഈ ഇക്വേഷൻസ് ഒക്കെ കോഡിലുള്ളതാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ഇപ്പം ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ KB വാല്യൂ ഈ 4 വാല്യൂസിലും മിനിമം വാല്യൂ ആണ് KB. ഇയും പിയും നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അത് വെച്ചിട്ട് KB വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ മിനിമം 0.512 ആണ്. സോ KB ഈസ് 0.512. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VDPB 2.5 × 0.512 × 24 എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഇൻറ്റു 9 എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്ത തിക്നെസ് വാല്യൂ. ഓക്കെ, തിക്നെസ് ഇസ് മിനിമം ഓഫ് 9 ആൻഡ് 10.6 ആൻഡ് 10.6. അപ്പോൾ 9 ആണ് ആ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ദെൻ 410 ഡിവൈഡഡ് ബൈ 1.25. സോ 90.68 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് 65.192 ആൻഡ് 90.68. ഇതിൽ മിനിമം വാല്യൂ 65.192. ഓക്കെ, അതാണ് VDB ഡിസൈൻ ബോൾട്ട് സ്ട്രെങ്ത്. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടെൻഷൻ കപ്പാസിറ്റി ആണ്, ബോൾട്ടിൻ്റെ ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി. സോ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.9 × FUB. FUB എന്ന് വെച്ചാൽ ബോൾട്ടിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, അത് 400. ഓക്കെ, ആൻഡ് ഇവിടെ ഈ FYB എന്ന് വെച്ചാൽ ബോൾട്ടിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ്. സോ 4.6 ഗ്രേഡ് ബോൾട്ട് ആണെങ്കിൽ FUB എന്ന് വെച്ചാൽ 400ഉം FYB 250 ആയിരിക്കും. ഓക്കെ, സോ FYB 250 എന്ന് എടുക്കുക, FUB 400. AN എന്ന് വെച്ചാൽ ത്രെഡ് ഏരിയ 0.78 × π/4 × ഡയമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1.25. അതേപോലെ FYB × ASB എന്ന് വെച്ചാൽ ഷാങ്ക് ഏരിയ ആണ്. ഷാങ്ക് ഏരിയ എന്ന് വെച്ചാൽ π/4 × d². ഓക്കെ, ഡിവൈഡഡ് ബൈ 1.1. അപ്പോൾ ഇതിൽ ഈ വാല്യൂ ലെസ് ആയിരിക്കണം. ഓക്കെ,
അപ്പോൾ ഇൻ കേസ് ഗ്രേറ്റർ ആണെങ്കിലും നമ്മൾ ഏത് വാല്യൂ, ലെസ്സർ വാല്യൂ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ലെസ്സർ വാല്യൂ 101 ആണ്, ആ വാല്യൂ എടുക്കുക. സോ TdB കാൽക്കുലേറ്റ് ചെയ്യും. അടുത്തത് നമ്പർ ഓഫ് ബോൾട്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ 6m/LPVD. ഇതിൽ 6 ഇൻറ്റു m എന്ന് വെച്ചാൽ P ഇൻറ്റു E. ഓക്കെ, ലോഡ് ഇൻറ്റു എക്സെൻട്രിസിറ്റി. ലോഡ് 600 kN ആണ്, അതിന് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻³ മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ എക്സെൻട്രിസിറ്റി വാല്യൂ, E എന്ന് വെച്ചാൽ എക്സെൻട്രിസിറ്റി ആണ്, എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതരുത്. ഈസ് എക്സെൻട്രിസിറ്റി, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ L എന്ന് വെച്ചാൽ എത്ര റോസ് ആണ്, ബോൾട്ടിൻ്റെ എത്ര വേർട്ടിക്കൽ റോസ് ആണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ 2 റോസിലാണ് ബോൾട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ 2 ആണ് L. ആൻഡ് P എന്ന് വെച്ചാൽ 70 പിച്ച് ഡിസ്റ്റൻസ്. VD എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈൻ ബോൾട്ട് സ്ട്രെങ്ത് ആണ് VD. 65.19 ഇൻറ്റു 10⁻³. ഓക്കെ, ഇത് കിലോ ന്യൂട്ടണിലാണ്, അതിന് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ റൂട്ട് എടുക്കുക, 11 നമ്പേഴ്സ് എന്ന് കിട്ടും. അതായത് ഒരു ലൈനിൽ ഇങ്ങനെ ഒരു സൈഡിൽ 11 നമ്പേഴ്സ്, 11 ബോൾട്ടുകൾ. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മൊമെൻറ്റ് റെസിസ്റ്റഡ് ബൈ ബോൾട്ട്. ഈ ബോൾട്ട് റെസിസ്റ്റ് ചെയ്ത മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുള്ള ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണിത്. സോ ഈ ഇക്വേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ M എന്ന് വെച്ചാൽ P ഇൻറ്റു E, നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ. H എന്ന് വെച്ചാൽ നമ്മളതിനെ ആദ്യമേ ഈ എല്ലാ ബോൾട്ടുകളും വരയ്ക്കുക. ഓക്കെ, H എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾട്ട് തുടങ്ങി ഫസ്റ്റ് ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പ്ലേറ്റിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് H. അതായത് അപ്പോൾ H എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 70 പ്ലസ് ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 10 ഇൻറ്റു 70 പ്ലസ് ഇവിടെ ഒരു എൻഡ് ഡിസ്റ്റൻസ് ഉണ്ട് 40. ഓക്കെ, സോ 70 എന്ന് വെച്ചാൽ പിച്ചും ഇത് എൻഡ് ഡിസ്റ്റൻസും. ഓക്കെ, അത് വെച്ച് നിങ്ങൾ 11 ബോൾട്ടുകൾ ഓരോ സൈഡിലും മാർക്ക് ചെയ്യുക. അപ്പോൾ അത് ആ മാർക്ക് ചെയ്യുന്ന ഫിഗർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അത് വെച്ചിട്ടാണ് നമ്മൾ H കാൽക്കുലേറ്റ് ചെയ്യുന്നത്. H 740 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിഗ്മ y1 സിഗ്മ y1 സ്ക്വയറുമാണ്. y1 എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു ബോൾട്ടഡ് കണക്ഷനിൽ ബോൾട്ട് ഇവിടെ ആയിരിക്കും വരുന്നത്, റൈറ്റ്? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ ടെൻഷൻ സംഭവിക്കും. അതായത് ഇത് ഇവിടെ നിന്ന് ഈ ബോൾട്ടിന് ടെൻഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അത് ടെൻഷൻ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂട്രൽ ആക്സിസിന് മേളിലുള്ള ബോൾസിലാണ് ടെൻഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മേളിലുള്ള ബോൾട്ടുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ടെൻഷൻ കാരണമുള്ള മൊമെൻ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രൽ ആക്സിസിന് മുകളിലാണ് ടെൻഷൻ. സോ മുകളിലുള്ള ബോൾട്ടുകളാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന് മുകളിലുള്ള y1 വാല്യൂസ്, ഈ ന്യൂട്രൽ ആക്സിസ് അപ്പോൾ വാല്യൂ ആദ്യം തന്നെ നമുക്ക് ന്യൂട്രൽ ആക്സിസ് എവിടെയാണെന്ന് അറിയണം. സോ വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്? ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് h/7 എപ്പോഴും. H ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ന്യൂട്രൽ ആക്സിസ്? h/7 ഫ്രം ദി ബോട്ടം. ഓക്കെ, ബോട്ടത്തിൽ നിന്ന് h/7. H 740/7 105.71. അതപ്പോൾ എവിടെ വരും എന്ന് നോക്കുക. ഇപ്പോൾ 70 + 40 അതായത് ഈ ഒരു ഡിസ്റ്റൻസ് വരെ 110 ആണ് അല്ലേ? 70 + 40 അതിൻ്റെയും താഴെയാണ് h/7 വരുന്നത്. ഓക്കെ, അതായത് 105 അതിൻ്റെ താഴെയാണ് വരുന്നത്. അതേപോലെ ആ ഒരു ഇതനുസരിച്ച് 105 ഇതിൻ്റെ താഴെയാണ് വരുന്നത്. ഈ ഒരു സെക്കൻഡ് ബോൾട്ടിൻ്റെ ബിലോ ആണ് വരുന്നതെന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ മേളിലേക്കുള്ള ബോൾട്ടുകളായിരിക്കും ടെൻഷൻ
അവിടെയായിരിക്കും ടെൻഷൻ ഡെവലപ്പ് ചെയ്യുക. സോ ഈ ബോൾട്ടിൻ്റെ ഓരോ ബോൾട്ടിൻ്റെയും വാല്യൂ ആണ് ഇത് y2 വാല്യൂ. ഓക്കെ, അതുപോലെ ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് y3. അതേപോലെ ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഈ 4ൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് y4. ഓക്കെ, ഇത് y5. അതുപോലെ ഇത് y6. ഓക്കെ, ആൻഡ് ഇത് ഈ y11. അതായത് എക്സ്ട്രീം പോർഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് y11. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനൊരു ടേബിൾ പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ടേബിൾ പോലെ എഴുതിയാൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല, ആ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് റോങ് ആയി പോകും. അതുകൊണ്ട് ഇങ്ങനെ എഴുതുക. അപ്പം നമുക്ക് 11 ബോൾട്ടുകളാണ് ഉള്ളത്. അപ്പം ഞാനിങ്ങനെ 11 കോളംസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ബോൾട്ട് കംപ്രഷനിലാണ്. സോ ഈ ബോൾട്ട് നമുക്കിപ്പം ആവശ്യമില്ല, ഈ ബോൾട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആവശ്യമില്ല. സെക്കൻഡ് ബോൾട്ടിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് സെക്കൻഡ് ബോൾട്ട് വരെയുള്ള ഡിസ്റ്റൻസ് വേണം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ന്യൂട്രൽ ആക്സിസിൽ നിന്ന് സെക്കൻഡ് ബോൾട്ട് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, 70 + 40 110 ആണ് ഡിസ്റ്റൻസ്. സോ 110 മൈനസ് ഈ ഡിസ്റ്റൻസ് 105, റൈറ്റ്? സോ 110 മൈനസ് 105 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4.29 എന്ന് കിട്ടും. അതാണ് ഈ ഒരു ഡിസ്റ്റൻസ്. സോ 4.29. ഓക്കെ, ഇനി ഓരോ ബോൾട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 70 ആണ്. അപ്പോൾ നമുക്ക് ഈ 2.47ൻ്റെ കൂടെ ഓരോ ബോൾട്ടിൻ്റെയും 70 ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ലാസ്റ്റ് ബോൾട്ട് വരെയുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ ഇത് 4.29, ഇതിൻ്റെ കൂടെ 70 ആഡ് ചെയ്യുക. അപ്പോൾ 74.29, അതിൻ്റെ കൂടെ വീണ്ടും 70 ആഡ് ചെയ്യുക. 144.29, അതിൻ്റെ കൂടെ വീണ്ടും 70 ആഡ് ചെയ്യുക. 214, പിന്നെ 70 284, then 70 354.29, 70 424.29, വീണ്ടും 70 ആഡ് ചെയ്യുക. 494, വീണ്ടും 70 ആഡ് ചെയ്യുക. 564, again 70 634.29. അങ്ങനെ നമുക്ക് ഓരോ വാല്യൂസും കിട്ടും. ഓക്കെ, സോ ഇത് ഒരു ബോൾട്ടിലേക്കുള്ള വാല്യൂ ആണ് ഈ ഓരോ ഡിസ്റ്റൻസുകളും. നമുക്ക് 2 വാല്യൂസും വേണം, 2 സൈഡിൽ വാല്യൂസ് വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ടോട്ടൽ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഓരോ വാല്യൂസും ആഡ് ചെയ്യുക, അതുപോലെ ഈ സൈഡിലെ വാല്യൂസും ആഡ് ചെയ്യുക. അപ്പോൾ ഈ എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ഓൾ ദീസ് വാല്യൂസ് ആൻഡ് യു വിൽ ഗെറ്റ് 3192 എന്ന് കിട്ടും. 2 റോസിലെ ആഡ് ചെയ്യുമ്പോൾ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, ഒരു റോയിലെയാണ് 3192, 2 റോസിലെ വേണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യുക. സോ അതാണ് സിഗ്മ വൈ. അടുത്തത് സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ എന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്വയർ ഇപ്പം നമുക്ക് കിട്ടിയ ഈ വാല്യൂവിൻ്റെ കൂടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, നമ്മൾ ഓരോ വാല്യൂസും സ്ക്വയർ ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 റോസ് ഉണ്ട്, അതുകൊണ്ട് 2 എന്ന് എഴുതുക. അതിൻ്റെ കൂടെ ഓരോ വാല്യൂസും സ്ക്വയർ ചെയ്യുക, സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഓരോ വാല്യൂസും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, ആൻഡ് നമുക്ക് കിട്ടും ഈ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. 2847,422.082 ആയിരിക്കും കിട്ടുന്ന വാല്യൂ. സോ സിഗ്മ വൈയും കിട്ടി, സിഗ്മ വൈ സ്ക്വയറും കിട്ടി. ഇനി നമ്മൾ നേരത്തെ ഇക്വേഷനിൽ M' ഇക്വേഷനിൽ M ഇൻറ്റു M ആണിത്, ഇറ്റ് ഈസ് P ഇൻറ്റു E. M ഡിവൈഡഡ് ബൈ 1 + 2 into H by 21. Then this is sigma y and this is sigma y square. Okay, so 155.43 kilonewton meter എന്ന് കിട്ടും. It is the moment due to tension in this bolt. So moment due to tension കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോഴ്സ് is equal to moment into yn divided by sigma y square. അപ്പോൾ സിഗ്മ വൈ സ്ക്വയറിൻ്റെ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഈ yn എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ എത്ര ബോൾട്ടുകളുണ്ട്? 11 ബോൾട്ടാണുള്ളത്. അപ്പോൾ എക്സ്ട്രീം ബോൾട്ട് 11th ബോൾട്ടിൻ്റെ
ഡിസ്റ്റൻസ് ആണ് yn. ഓക്കെ, സോ 11th ബോൾട്ടിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഈ ടേബിൾ നോക്കിയാൽ 11th ബോൾട്ടിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും. 634.29 ആണ് 11th ബോൾട്ടിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ആ വാല്യൂ എഴുതുക. ദറ്റ് ഈസ് 634.29. സോ എം ഡാഷ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു പ്രീവിയസ് സ്റ്റെപ്പിൽ. ഓക്കെ, ദെൻ 634.29 ഡിവൈഡഡ് ബൈ സിഗ്മ വൈ സ്ക്വയർ. നമുക്കപ്പോൾ ടി ബി വാല്യൂ കിട്ടും. ദറ്റ് ഈസ് ടെൻസൈൽ ഫോഴ്സ് ഇൻ ബോൾട്ട് ഡ്യൂ ടു ദിസ് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, സോ സ്റ്റെപ്പ് 2ൽ നിന്ന് ഇതിൻ്റെ ഡിസൈൻ വാല്യൂ കിട്ടിയായിരുന്നു. ഇത് മൊമെൻറ്റിൻ്റെ വാല്യൂവും കിട്ടി, ടെൻഷൻ ഡ്യൂ ടു മൊമെൻറ്റും കിട്ടി, ഡിസൈൻ ടെൻഷൻ വാല്യൂ സ്റ്റെപ്പ് 3ൽ കിട്ടിയായിരുന്നു. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് ഷിയർ ഫോഴ്സ്. ഡയറക്റ്റ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ P/N. സോ ടോട്ടൽ 22 ബോൾട്ടാണ് 2 റോസും കൂടെ ഉള്ളത്. സോ 600 എന്ന് വെച്ചാൽ P 600 × 10⁻³ ഡിവൈഡഡ് ബൈ 22. സോ നമുക്ക് ഡയറക്റ്റ് ഷിയർ ഫോഴ്സ് കിട്ടും. ഓക്കെ, ആൻഡ് അതിൻ്റെ ഡിസൈൻ ഷിയർ ഫോഴ്സ് വാല്യൂ നമ്മൾ സ്റ്റെപ്പ് 2ൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ റേഷ്യോസ് എടുക്കുക. റേഷ്യോയുടെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുക. സോ ആദ്യം എടുക്കേണ്ടത് ബോൾട്ടിൻ്റെ ഷിയർ ഇൻ ബോൾട്ടാണ്. ഷിയർ ഫോഴ്സ് ഇൻ ബോൾട്ട് ബൈ ഡിസൈൻ ഷിയർ ഫോഴ്സ്. അതിൻ്റെ സ്ക്വയർ എടുക്കുക. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ടത്? ടെൻഷൻ ഇൻ ബോൾട്ട് ബൈ ഡിസൈൻ ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തിട്ട് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ സേഫ് ആണ്. ഓക്കെ, സോ VB 27.27 ആൻഡ് VDB 65.19, TB 34.62 ആൻഡ് TDB 101.62. നമുക്ക് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0.29 എന്ന് കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ 1. ഹെൻസ് ദിസ് ഇസ് സേഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻട്രാക്ഷൻ ഫോർമുലയിലെ വാല്യൂസ് ആണ് ഓരോ സ്റ്റെപ്പിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഡിസൈൻ ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരുന്നു ഡിസൈൻ ഷിയർ കപ്പാസിറ്റിയും അതുപോലെ ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്. അതിൽ മിനിമം വാല്യൂ ആണ് VDB. ഓക്കെ, അഗെയിൻ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്തത് ബോൾട്ടിൻ്റെ. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്തത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടെൻഷൻ ഇൻ ബോൾട്ട് ഡ്യൂ ടു മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റ് കാരണമുള്ള ടെൻഷൻ. അപ്പോൾ അതിന് ആദ്യം നമുക്ക് എന്ത് വേണം? ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ വേണം, M ഡാഷ് വേണം. ഓക്കെ, ദെൻ വി നീഡ് VB എന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് ഇൻ ബോൾട്ട്, അതായത് ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഓരോ സ്റ്റെപ്സും. എന്നിട്ട് ഫൈനലി ഇത് ചെക്ക് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ?